പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഈ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിൽക്കി കോട്ട സാരിയാണ്. സിൽക്കി കോട്ട ഞാൻ ഒത്തിരി തവണ ചെയ്തിരുന്നു. ഇത് പക്ഷേ ഇതിന് ഒരു വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ വർക്കുകൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ സൈഡിൽ ക്രോസ് സ്റ്റിച്ചിലാണ് ഈ വർക്കുകൾ വരുന്നത്. ഫുള്ളായിട്ടും വരുന്നു. അതുപോലെ ബോഡി പാർട്ടിലും വരുന്നുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഹാഫായിട്ടും ഈ വർക്ക് വരുന്നുണ്ട്. ഈ വർക്ക് കംപ്ലീറ്റ് ആയിട്ടും പോകുന്നുണ്ട്. പിന്നെ ഇത് വിത്ത് ബ്ലൗസാണ്. ആ ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റ് കളറുകൾ നമുക്കൊന്ന് കാണാം. ഇതൊരു ഡാർക്ക് പീച്ച് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്രോസ് സ്റ്റിച്ച് ഫുള്ളായിട്ടും വന്നിട്ടുണ്ട്. പല്ലുവിലും വന്നിട്ടുണ്ട്. അതുപോലെ ബോഡിയിൽ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കുകളും വന്നിട്ടുണ്ട്. ഇത് ക്രോസ് സ്റ്റിച്ചിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. രണ്ട് സൈഡിലും ഈ വർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടും താഴ്ഭാഗത്ത് ഉണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ ഈ വർക്ക് വരുന്നു. പിന്നെ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പം ഹാഫായിട്ടും ആ ചെറിയ ചെറിയ വർക്കുകൾ വരുന്നുണ്ട്. ഈ സൈഡിൽ ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതുണ്ടോ ഈ വർക്ക് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1210 ഡാർക്ക് ഒണിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലെ വർക്കും ഇങ്ങനെ തന്നെ ക്രോസ് സ്റ്റിച്ച് വർക്കാണ് ഫുള്ളായിട്ടും വന്നിരിക്കുന്നു. ഫുള്ളായിട്ടും ഉണ്ട്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഈ വർക്കുണ്ട്. നമുക്ക് ഈ സിൽക്കി കോട്ടയുടെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഈ സാരി അങ്ങനെ ചുളുങ്ങില്ല. നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്യണമെങ്കിലും അതുമല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും. അതുപോലെ സ്റ്റാർച്ച് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഭംഗിയായിട്ട് ഇത് ഫ്ലീറ്റ്സ് ആയാലും കിടന്നോളും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത തന്നെയാണ് അത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1210 ഇതൊരു സാൻഡൽ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിലുള്ള വർക്കാണെങ്കിലും ഒരു പിങ്ക് അതുപോലെ ഒരു ഗ്രീൻ ആ ഷെയ്ഡിലാണ് ഈ ക്രോസ് സ്റ്റിച്ച് ഫുള്ളായിട്ടും വന്നിരിക്കുന്നത്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സാരിയുടെ അതേ ഡിസൈനുകളാണ് ഇതിൽ ഫുള്ള് വരുന്നത്. ഞാൻ മുഴുവൻ വിടർത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. ഫുള്ള് ഈ ഡിസൈൻ തന്നെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. അതുപോലെ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ഇതൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. അതിന് വേണ്ട കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനും വന്നിരിക്കുന്നത്. ആ പിസ്ത ഗ്രീൻ്റെ തന്നെ കുറച്ച് ഡാർക്കായിട്ട് വരുന്നു. പിന്നെ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ക്രോസ് സ്റ്റിച്ച് ഫ്ലവറും വരുന്നു. അപ്പോൾ ആ നല്ല കോമ്പിനേഷനിൽ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറും ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബോഡി പാർട്ടിലെ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. പിന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതിൻ്റെ വർക്കുകൾ, ഇതിൻ്റെ പല്ലു പോർഷനാണിത്. ഇതിൻ്റെ വർക്കുകളെല്ലാം സെയിം തന്നെ വർക്ക്. സ്ലീവിലും ഇതേ വർക്ക് തന്നെ വരുന്നുണ്ട്. നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. എല്ലാ കളറിനും അതാത് കോമ്പിനേഷനിൽ തന്നെയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും ഇങ്ങനെ തന്നെയാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. എല്ലാം സെയിം തന്നെ. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. ഇത് നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒത്തിരി അങ്ങ് പറന്ന് നിൽക്കില്ല, എന്നാൽ ഒട്ടിക്കിടക്കുന്നതല്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ വെയർ ചെയ്യാവുന്ന ഒരു മെറ്റീരിയലുമാണ്. എനിക്കൊന്ന് നല്ലൊരു എലഗൻ ലുക്കിൽ തന്നെ ഇത് നിൽക്കുന്നതാണ് ഇത് ഉടുത്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 1210 അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.